ഞാൻ ഇവിടെ ക്ലാസ്സിൽ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഈ 3 ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത് കേട്ടോ. ഈ 3 ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയായാലും ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എക്സാമിന് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് മിസ്സാക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കരുത്. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഹൗ മച്ച് ഹീറ്റ് എനർജി, എത്ര ഹീറ്റ് എനർജിയാണ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആൻ ഇലക്ട്രിക് ഹീറ്റർ വിത്ത് 600 വാട്ട് പവർ ഓപ്പറേറ്റ്സ് ഫോർ 20 മിനിറ്റ്സ്. ഇതൊരു 2 മാർക്സിനോ ഒരു 2 മാർക്സിനോ അതല്ലെങ്കിൽ മാക്സിമം 3 മാർക്സിനോ ഒക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, 2 or 3 മാർക്സിന് എക്സാമിന് ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇതിൽ ആകെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. നമുക്കിതിൽ ഒരു ടൈം കണ്ടോ. ടൈം നമുക്ക് മിനിറ്റ്സിലാണ് തന്നിട്ടുള്ളത്. ഈ മിനിറ്റ്സിൽ തന്ന സമയം നമുക്ക് എന്താക്കണം, സെക്കൻഡ്സിലോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗിവൺ സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്താൽ പെട്ടെന്ന് ചെയ്യാം. നമുക്ക് ആദ്യം ഹീറ്റ് ആണ് കാണുന്നത്. എച്ച് നമുക്ക് കാണണം. എന്തെല്ലാം തന്നെ പവർ തന്നിട്ടുണ്ട്. പവർ എത്രയാണ്? അതിന്റെ 600 എന്നാ പറഞ്ഞിട്ടുള്ളത്. 600 വാട്ട്. ഇപ്പൊ അവർ പവർ എന്നുള്ള ടേം ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. അവിടെ 600W എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വരെ നമുക്ക് മനസ്സിലാക്കാം അത് പവർ ആണെന്നുള്ള കാര്യം. കാരണം പവറിന്റെ യൂണിറ്റ് W ആണ്. ഓക്കെ, വാട്ട് ആണ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് പവർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ എന്താ ടൈം ടി എന്ന് പറഞ്ഞാൽ 20 ആ തന്നെ. നമുക്കതിനെ സെക്കൻഡ്സിലോട്ട് ആക്കുന്നത് കൊണ്ട് നമ്മൾ ഇൻറ്റു 60 ചെയ്യുന്നു. നമുക്കത് 1200 സെക്കൻഡ്സ് കിട്ടും. ഓക്കെ, നമുക്കറിയാം ഹീറ്റിന്റെ ഇക്വേഷൻ എന്താ. ഹീറ്റിന് പല ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അതിലുള്ള ഏത് ഇക്വേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാം? നമുക്ക് അതിലുള്ള ഏത് ഇക്വേഷനെ യൂസ് ചെയ്യാം? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് പവറിന്റെ ഇക്വേഷൻസ് ഏതൊക്കെ. പവർ ഇസ് ഈക്വൽ ടു VI ആണ്. പവർ ഇസ് ഈക്വൽ ടു I² R ആണ്. പവർ ഇസ് ഈക്വൽ ടു V² ആണ്. ഓക്കെ, ഈ ഇക്വേഷന്റെ കൂടെ ഇൻറ്റു ടി ടേം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ എല്ലാ ഇക്വേഷന്റെ കൂടെയും ഇൻറ്റു ടി ടേം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തായി? അത് ഹീറ്റിന്റെ ഇക്വേഷൻ ആയി അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ കിട്ടിയ പവറിനെ ഇൻറ്റു ടൈം വെച്ചിട്ട് ചെയ്താൽ മതി. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഇൻറ്റു ടി ആണ്. ഓക്കെ, പവർ ഇൻറ്റു ടി ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 600 ഇൻറ്റു 1200 ചെയ്യാം. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 7 2 1 2 3 4 1 2 3 4 ഇത്രയും ജൂൾ കിട്ടും. ഓക്കെ, ഇത്രയും ജൂള് കിട്ടും. അപ്പോൾ അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് നിർത്താം. അതല്ല എന്നുണ്ടെങ്കിൽ എത്ര സീറോ ഉണ്ട്? 1 2 3 4 സീറോസ് ഉണ്ട് അല്ലേ? 1 2 3 4 അല്ലെ? ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിർത്തിയാൽ മതി. ഇതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇങ്ങനെ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇതിന് അടുത്ത സ്റ്റെപ്പ് ചെയ്തിട്ട് നിങ്ങൾ എത്ര ഇതാക്കണ്ട. ഇനി ക്വസ്റ്റ്യനിൽ എത്ര കിലോ വാട്ട് ഹവറിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ അതിനെ വേറെ രീതിയിലോട്ട് എഴുതിയാൽ മതി. എത്ര കിലോ വാട്ട് ജൂൾ ആണെന്ന് ചോദിച്ചു എന്ന് വിചാരിക്കും. കിലോ വാട്ട് ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഈ 3 സീറോസിനെ നമുക്ക് എങ്ങനെ മാറ്റാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് 7200 കിലോ ജൂൾസ് എന്ന് പറയാം. മനസ്സിലായോ? ഒന്നെങ്കിൽ ഇതിന് ഇങ്ങനെ പറയാം. കാരണം കാരണം കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പൊ 3 സീറോസിന് പകരം ഇവിടെ കിലോ എന്നുള്ള ടേം നമ്മൾ കൊടുത്തിട്ട് ജൂൾ എന്ന് പറയാം. അപ്പൊ ഇതാണ് എന്ത്? ഈ ഇലക്ട്രിക് ഹീറ്റർ ഉണ്ടാക്കിയ ഹീറ്റ് എപ്പോ? വെൻ 20 മിനിറ്റ്സ് വർക്ക് ചെയ്തപ്പോൾ ഇലക്ട്രിക് ഹീറ്റർ ഉണ്ടാക്കിയ ഹീറ്റ് ആണിത് 720 കിലോ ജൂൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഇത് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കും. അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തിരിച്ചിട്ട ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഹീറ്റർ പ്രൊഡ്യൂസ്ഡ് ദിസ് മച്ച് എമൗണ്ട് ഓഫ് ജൂൾ. അപ്പൊ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഓക്കെ, ഇത്രയും എമൗണ്ട് ഓഫ് 4,50,000 അല്ലെ? അത്രയും എമൗണ്ട് ഓഫ് ജൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഓഫ് ഹീറ്റ് എനർജി വെൻ ഓപ്പറേറ്റഡ് ഫോർ 5 മിനിറ്റ്സ്. അപ്പൊ എത്ര മിനിറ്റ് അത് വർക്ക് ചെയ്യുന്നത്? 5 മിനിറ്റ്സിൽ ഇത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പവർ എന്നാ ചോദിച്ചു. നമുക്കപ്പൊ എന്താ കാണണ്ടേ? പവർ ആണ് കാണണ്ടേ. നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്? ഹീറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടൈം തന്നിട്ടുണ്ട്. അതിൽ 5 മിനിറ്റ്സ് ആണ്.
നമുക്ക് 5 × 60 ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 300 എന്ന് കിട്ടും. നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് പവർ ആണ് കാണേണ്ടത്. ഓക്കെ, പവർ നമുക്ക് കാണണം. ഓക്കെ, നമുക്ക് എന്തറിയാം? ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു പവർ ഇൻറ്റു ടി ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? പവർ ഇൻറ്റു ടി ആണെന്ന്. അപ്പൊ നമുക്ക് പി ഈക്വൽ ടു എങ്ങനെ പറയാം? പി ഈക്വൽ ടു ഇതിനെ നമുക്ക് അടിയിലോട്ട് കൊണ്ടുവരാം, കാരണം ഇത് ഇൻറ്റു ടേം അല്ലേ. ഇത് അടിയിലോട്ട് വരുന്ന സമയത്ത് h/t എന്നാവും. ഓക്കെ, അപ്പൊ എത്ര? 4 ഇത്ര എമൗണ്ട് ഡിവൈഡഡ് ബൈ 300 ആവും ആൻസർ. മനസ്സിലായോ? ഈ 2 0 ക്യാൻസൽ ആയി. ഓക്കെ, 4500 ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും ആൻസർ? നമുക്ക് എത്ര കിട്ടും? 1500 വാട്ട് കിട്ടും. 1500 വാട്ട് ആണ് ആൻസർ. ഓക്കെ, ഇതിനെ നമ്മൾ കിലോ വാട്ടിലോട്ട് ആക്കണം. കിലോ ജൂൾ അല്ല, ഇവിടെ വാട്ടാണ്. കിലോ വാട്ടിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? ഈ വാല്യൂ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി അല്ലേ? ഈ വാല്യൂ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. സോറി, ഇവിടെ ഒരു 0 ഇല്ല കേട്ടോ. ഓക്കെ, എന്ത് പറഞ്ഞു? ഇവിടെ 2 0 ഉണ്ട്, പക്ഷെ നമ്മൾ പറഞ്ഞു 3 ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 3 ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുകയാണ്. 1.5 ഇൻറ്റു 10⁻³ ആണ് വരിക. അതിനെ നമുക്ക് ഇതിനെ നമ്മൾ കിലോ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ആൻസർ? ഫൈനൽ ആൻസർ എങ്ങനെ പറയാം? 1.5 കിലോ വാട്ട് ആണ് പവർ. മനസ്സിലായോ? പ്രശ്നമുണ്ടോ? നിങ്ങൾക്ക് കൺവേർഷന്റെ പോർഷനിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനത്തെ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണത്. ഇതും 2 മാർക്സിനോ 3 മാർക്സിനോ ചോദിക്കാം. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് നാളെയാണ് എക്സാം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഓക്കെ, ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഒരു ലൈവ് സെഷൻ അങ്ങനെ എന്തെങ്കിലും വേണം. ഇപ്പം ടൈമില്ല, എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലാണ്. അതിന് മാത്രം വ്യൂസ് ഒന്നുമില്ല, 10-15 വ്യൂസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 1-2 പേർക്കെങ്കിലും ഇങ്ങനെ ലൈവ് സെഷൻസ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം. ഓക്കെ, പ്രശ്നമില്ല, എക്സാമിന് മുമ്പായിട്ട്. ഓക്കെ, അടുത്തത് എന്താ? കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ്. അപ്പൊ നമുക്ക് എന്ത് വേണം? എനർജിയാണ് കാണേണ്ടത്. മനസ്സിലായോ? ഇലക്ട്രിക് എനർജി. സത്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ഓക്കെ, ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എനർജിയാണ് കാണേണ്ടത്. ഓക്കെ, ഇഫ് എ 500 വാട്ട് ഗ്രൈൻഡർ. അപ്പൊ നമുക്ക് പവർ തന്നിട്ടുണ്ട് എത്ര? ഫസ്റ്റത്തത് എന്താ? ഗ്രൈൻഡറിന്റെ കാര്യം. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രൈൻഡർ എന്ന് കൊടുക്കാം. ഓക്കെ, ഗ്രൈൻഡറിന്റെ കാര്യമാണ് പറയുന്നത്. ഗ്രൈൻഡർ എന്ന് കൊടുത്തു. അതിന്റെ ഈ എനർജി കാണണം. അതെന്താണ്? അതിന്റെ പവർ എത്ര തന്നിട്ടുള്ളത്? 500 വാട്ടാണ്. നമുക്ക് ഇവിടെ സെപ്പറേറ്റ് വരച്ചിട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് മറ്റേതും വരക്കാം. ഇവിടെ അയേൺ. ഓക്കെ, അയേൺ ഉണ്ട്. അയേൺ ഇത് 500 ആൻഡ് ഇലക്ട്രിക് അയേൺ. ഇലക്ട്രിക് അയൺ ആൻഡ് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 600 എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ 600 വാട്ട് എന്നുണ്ട്, അത് ഞാൻ എഴുതാൻ പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ എന്നുണ്ടെങ്കിൽ അയണിന്റെ ഇവിടെ നമുക്ക് എന്താ കണ്ടത്? ഇ ആണ് കണ്ടത്. ആരത്? അയൺ. അതിന്റെ പി എത്ര? 600 തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എഴുതാൻ മറന്നു പോയതാണ്. ഗ്രൈൻഡർ ആൻഡ് 600 വാട്ട് ഇലക്ട്രിക് അയൺ ഈച്ച് ഓപ്പറേറ്റ് ഫോർ 2 hours. ടൈം നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 2 hours. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 2 × 60 ചെയ്തു, കാരണം സെക്കൻഡ്സിലോട്ട് ഞാൻ ആക്കി. അപ്പൊ നമുക്ക് 120 കിട്ടി. 120 സെക്കൻഡ്സ് കിട്ടി. ഇതിന് നമുക്ക് എന്തൊക്കെയാ? അപ്പൊ ഇവിടെ ടി നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 120 സെക്കൻഡ്സ് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്താ കണ്ടത്? എനർജിയാണ് കണ്ടത് അല്ലേ? നമ്മൾ പഠിച്ചു എന്ത്? എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇൻറ്റു ടി ആണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചോ? പി ഇൻറ്റു ടി ആണെന്നുള്ള കാര്യം പഠിച്ചു. ഓക്കെ, പക്ഷെ നമ്മൾ അതിൽ എന്ത് ചെയ്യണം? അതിൽ നമ്മൾ എനർജി എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ടി ആണ്. പക്ഷെ നമുക്കത് കിലോ വാട്ട് അല്ലെങ്കിൽ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് കിലോ വാട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കിലോ ജൂളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ജൂളാണ് യൂണിറ്റ്. ഓക്കെ, കിലോ ജൂളാണ് യൂണിറ്റ്. അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്യാം. കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് 1 കിലോ ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഒരു യൂണിറ്റ്. മനസ്സിലായോ? നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ
കിലോ ജൂളിലോട്ടാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇതിനെ ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയാം. മനസ്സിലായോ? ഇതല്ലാതെ നിങ്ങൾക്ക് നോർമലായിട്ടും ചെയ്യാം. നോർമലായിട്ട് ഡയറക്റ്റ് എത്രയാണെന്നുള്ളത് ജൂളിലും നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 1000ന്റെ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റിലല്ലാതെ ഡയറക്റ്റ് ജൂളിൽ ചെയ്യാന്ന. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഓക്കെ, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അവർ യൂണിറ്റിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അങ്ങനെ യൂണിറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. ഓക്കെ, ഡയറക്റ്റ് ഇത്ര എനർജി കൺസിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ജൂളിൽ തന്നെ പറയാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ പി എത്ര, പി 500 × 120. ഓക്കെ, ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്ര? ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്ര? 1220, 1230. ഇത്രയും ജൂളാണ് എന്ത്, അതിന്റെ ആൻസർ. മനസ്സിലായോ? ഇത്രയും ജൂളാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇത്രയും ജൂളാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി അടുത്ത് എന്ത് ചെയ്യാം നമുക്ക്? അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? അയ്യോ വെയിറ്റ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കാൽക്കുലേഷനിൽ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് ആൻസർ വരിക. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 ഇത്രയും ജൂളാണ് ആൻസർ. മനസ്സിലായി? ഇത്രയും ജൂൾ ഓഫ് എനർജി ആണ് എന്ത് ഈ ഗ്രൈൻഡർ കൺസ്യൂം ചെയ്ത്. അതിന് അടുത്ത് അയണിന്റെ പാർട്ടിലോട്ട് നോക്കാം. മറ്റേ നമ്മൾ ചെയ്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് അവർ യൂണിറ്റിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ ഹവേഴ്സ് യൂസ് ചെയ്താൽ മതി. മനസ്സിലായോ? നിങ്ങൾക്ക് അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണ്ട. യൂണിറ്റിലോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യണ്ട. ആ ഗിവൺ ഇക്വേഷനെ ഇൻറ്റു ആ ടൈം ചെയ്യുന്നത് ഹവേഴ്സ് ആക്കുക, ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി. ഓക്കെ, അത് കൂടുതൽ വറീഡ് ആവണ്ട. ഓക്കെ, ഇതേപോലെ ചെയ്താൽ മതി. അടുത്ത എന്താ? അടുത്ത അയണിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അതും P × T ആണ്. മനസ്സിലായോ? 600 × 120 വരും. എത്ര വരിക? 60, 72 വരും അല്ലെ? 72 വരും. ബാക്കി 1 2 3 zeros ഉണ്ട്. 1 2 3 0. ഇതിന്റെ ആൻസർ എത്ര? 72123. അത്രയും ജൂൾ ആണ് ഇതിന്റെ ആൻസർ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഉണ്ടായി? ടോട്ടൽ കാൽക്കുലേറ്റ് ദ ടോട്ടൽ എനർജി കൺസ്യൂംഡ് നമുക്ക് വേണ്ടി. അപ്പൊ നമുക്ക് ഈ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കാണാം? ഇതിന് രണ്ടിന്റെയും സമ്മ് കാണാം. ഓക്കെ, പ്ലസ്. ഓക്കെ, ഇത് ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് എത്ര കിട്ടാ അറിയോ? ഓക്കെ, ആഡ് ചെയ്ത് നോക്കാം. 0 0 0 2 13. ഓക്കെ, ഇത്രയാണ് ടോട്ടൽ എനർജി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊരു 3 ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഫോർ 3 മാർക്സ് ഓർ 2 മാർക്സിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. മനസ്സിലായോ?